ചില കാര്യങ്ങളുണ്ടല്ലോ അത് അയാളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആരാണെന്ന് അറിയാമോ? നമ്മുടെ അഭിനയ കുലപതിയായ മോഹൻലാൽ, അത് നമ്മുടെ ലാലേട്ടൻ. അതായത് ഈ അവസാനം ഉണ്ടല്ലോ, ഈ രാവണപ്രഭുവിന്റെ റിലീസിന്റെ അന്ന് എറണാകുളം കവിതയെ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതാണെന്ന് അറിയില്ല ഓരോ തിയേറ്ററുകൾ, ഞാനിപ്പോ ഒരു എറണാകുളംകാരനായതുകൊണ്ട് അതിനെ റിലേറ്റഡ് ചെയ്ത് പറഞ്ഞതാണ്. ഉത്സവമായിരുന്നേ. അതായത് 2001 ഈ സിനിമ ഇറങ്ങുമ്പോ കണ്ടവരും അല്ലെങ്കിൽ ടി വിയിലൂടെ കണ്ടവരും ഒക്കെ വീണ്ടും കണ്ടൊരു ആഘോഷമാക്കുവാൻ എത്തുമ്പോഴും ഇപ്പൊ നമ്മുടെ ജെൻസി പിള്ളേർ ഉൾപ്പെടെ അത് ഒരു ആഘോഷിക്കുന്നു. അതായത് പലരും സിനിമ റിലീസാവുന്ന സമയം ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പലരും, അതായത് ആഘോഷം, ഒരു ഉത്സവം, നമ്മുടെ നാട്ടിലെ പൂരം, പള്ളിപ്പെരുന്നാള് ഒക്കെ പോലെ ഒരു ഉത്സവമാക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിലൊക്കെ അങ്ങനെ, എല്ലാ തിയേറ്ററിലും ഉണ്ടായില്ല, എന്നാലും അങ്ങനെയായിരിക്കും. അപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു വിസ്മയമാണെന്ന് പറഞ്ഞാൽ കുറച്ച് പറയാൻ കഴിയില്ല. ഇപ്പൊ ജെൻസി പിള്ളേർ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജനറേഷൻ എക്സ്, വൈ, ആൽഫ, ബീറ്റ. അതായത് ഞാൻ വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത് വിഷയത്തിൽ ഇത് വ്യതിചലിക്കല്ല, നമ്മുടെ ലാലേട്ടന് മാത്രം സാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയാമെന്ന്. അത് പറയും ഉറപ്പായിട്ടും. അതായത് നമ്മുടെ 97 മുതൽ 2012 വരെ ജനിച്ചത് ആൾക്കാരാണ് ജെൻസി എന്ന് പറയുന്നത്. അതുപോലെ 1981 മുതൽ 1996 വരെ ജനിച്ച ആൾക്കാരാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. ഈ 2012 2024 വരെ ഉള്ള പിള്ളേരാണ് ആൽഫ. അങ്ങനെയാണ് ഓരോ ജനറേഷനെ പറയാനായിട്ടാ. ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ, എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാൻ ഒന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജെൻസി പിള്ളേരടക്കം ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറയടക്കം തകർത്താടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിന് മാത്രം നേടാൻ കഴിയുന്ന, മലയാളം ഇൻഡസ്ട്രിയിൽ നേടാൻ കഴിയുന്ന ഒരു നേട്ടം എന്ന് പറയാൻ കാര്യം, 250 കോടി രൂപ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് 2025 കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ ലഭിച്ചു. ഏതൊരു നടനെ കൊണ്ട് കഴിയും? അതൊരു ഏതൊരു കേരള നടനെ കൊണ്ട് കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒറ്റ ഉത്തരം മാത്രം ഉണ്ടാവുള്ളൂ, മോഹൻലാലിനെ കൊണ്ട് അത് കഴിയുള്ളൂ. എൻ്റെ അറിവിൽ വേറെ ആരും ഇല്ല അങ്ങനെ നേടിയ മലയാള നടനുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഒരു വർഷം 250 കോടി നേടാൻ മോഹൻലാലിനെ കൊണ്ട് കഴിയുള്ളൂ. കാരണം 2024 എന്ന ഒരു വർഷത്തിൽ മോഹൻലാൽ എഴുതിത്തള്ളിയ ആളുകളായിരുന്നു കൂടുതലും. എഴുതിത്തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2024 ആദ്യം ജനുവരിയിലാണെന്ന് തോന്നുന്നത്, ഞാൻ ഓർക്കണില്ല റിലീസ്. മലയിക്കോട്ടെ വാലിബൻ കാണാൻ പോയിട്ട് വെളുപ്പിന് ഒരു 5:30 കഴിഞ്ഞ ഒരു സമയത്ത് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് പോയിരുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര ലാഗ്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ, പക്ഷെ അതിന്റെ എന്താ പറയണത്, സിനിമ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചു. അതിന്റെ എന്താ പറയുക, സൗണ്ട് മിക്സിങ്ങും അതേപോലെ തന്നെ സൗണ്ട് മിക്സിങ്ങും കൊറിയോഗ്രാഫിയും ആ ഒരു സീൻസ് ഒക്കെ എന്റെ പൊന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഓവറോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചവരോട് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായ സിനിമയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാകൂല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ സിനിമക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞത്. ഇപ്പൊ അവാർഡിനൊക്കെ അയച്ചിട്ടുണ്ട്. ആ സിനിമ ഒരു ലാഗില്ലായിരുന്നെങ്കിൽ, ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയായിരുന്നത്, ആ ഒരു ലാഗിൽ, അതായത് ഒരു കാളവണ്ടി ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴാണെങ്കിൽ അദ്ദേഹം ഒരു ഷോട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാളവണ്ടി നടന്നു വരുന്ന അത് നമുക്ക് പ്രതീതി തോന്നിക്കും. ആ ഒരു സ്ലോനെസ് അതിനകത്ത് ഉണ്ടാകും, അത് അദ്ദേഹത്തിന്റെ ഒരു ടച്ചാണ്. പക്ഷെ ആ ഒരു ലാഗ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് സിനിമ പിടിച്ചാൽ കിട്ടില്ലായിരുന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ടോ, മോശം സിനിമ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതിനുശേഷം ഇറങ്ങിയ ബറോസ്, മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ട് വെറുതെ പത്രക്കാരിക്ക് ഒരു കാശ് കൊടുത്ത് എഴുതിച്ചെടുക്കുക. ആദ്യം അത് അട്ടർ ഫ്ലോപ്പായിരുന്നു, കൊള്ളൂലാത്ത സിനിമയിലെത്തിട്ട് എനിക്ക് തോന്നിയത്. അതായത് അതിന്റെ എഡിറ്റിംഗ് കണ്ട ചെറിയ പിള്ളേർക്ക് വല്ല ചെയ്യാം. 14 വയസ്സുകാരനാണത് സൗണ്ട് മിക്സിങ്ങും പിന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തതെന്നൊക്കെ പറയണ മോഹൻലാൽ പറഞ്ഞാൽ ഞാൻ കേട്ടു. പക്ഷെ അത് എനിക്ക് മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മോഹൻലാൽ അപ്പൊ അങ്ങനെ പല എഴുതി തള്ളാൻ തുടങ്ങി. 2025 മോഹൻലാൽ അത് അങ്ങാട് തീർത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 250 കോടി രൂപ എന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മോഹൻലാൽ നേടിയിരിക്കുന്നത് ആദ്യം അദ്ദേഹത്തിന് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. മിക്സഡ് റിവ്യൂ ആയിരുന്നു സിനിമക്ക്. പലർക്കും മോശമാണ്, അല്ലെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ പഴയ നമ്മുടെ ലൂസിഫറിന്റെ അത്ര എത്തിയില്ല എന്നൊക്കെ ഇതായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് ഏകദേശം 86 കോടി രൂപയോളം, കേരളത്തിൽ നിന്ന് മാത്രം ഉള്ള കണക്കാണ്, 86 കോടി രൂപയോളം കിട്ടി. അതിനുശേഷം പഴയ ലാലേട്ടൻ ശോഭന കോംബോ തിരിച്ചൊന്നും നമുക്ക് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ സിനിമയെ തുടരും തകർത്തടിച്ചു. അതായത് ഏകദേശം 118 കോടിയോളം രൂപയാണ് കിട്ടിയത്. പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയാന്ന് ഇപ്പൊ എന്നോടെങ്ങാൻ നിങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ പഴയ ലാലേട്ടനൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. പഴയ ലാലേട്ടന്റെ അഭിനയത്തിലേക്ക് ഒന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും കാലഘട്ടത്തിന്റെ മാറ്റമുണ്ട്. പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടില്ല. പക്ഷെ പുതിയ ലാലേട്ടൻ അടിപൊളിയായിട്ട് ഒരു അഭിനയിച്ചിട്ടുണ്ട്. അത് തിരിച്ചുവരവ് തന്നെയായിരുന്നു. തുടരുമെന്ന സിനിമയിൽ 118 കോടി രൂപ കിട്ടി. ഇപ്പൊ പിന്നെ മോഹൻലാലിന്റേതായ 2 സിനിമകൾ റിലീസ് ചെയ്യുകയുണ്ടായി. ഇപ്പൊ രാവണപ്രഭു ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നേരത്തെ ചോട്ടാ മുംബൈ അതേപോലെ 4K ഡോൾബി അറ്റ്മോസ്ഫിയർ റിലീസ് ചെയ്ത അത്രയും ആ സാധനത്തിൽ 3,61,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് ടോട്ടൽ കളക്ഷൻ കിട്ടിയത്. അതായത് അതും ഒരു ആഘോഷമാക്കിയായിരുന്നു. സിനിമ 1.5 കോടി രൂപയായിട്ടായി ഇത് റിലീസ് അതിന്റെ ചെലവ് 3,61,00,000 രൂപ കിട്ടി.
അതേപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് അവസാനം സത്യനന്ദിക്കാട് മോഹൻലാലിന്റെ കോംബോ ചിത്രമായ ഹൃദയപൂർവ്വം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അതിന്റെ ഏതാണ്ട് 69 കോടി രൂപയിലാണ് OTT റിലീസ് അല്ലട്ടാ അത് ബോക്സ് ഓഫീസ് ടോട്ടൽ ബിസിനസ് അല്ല പറയുന്നത്. എമ്പുരാന്റെ ടോട്ടൽ ബിസിനസ് 325 കോടി രൂപയായിരുന്നു, പക്ഷെ കളക്ഷൻ അത്ര ഉണ്ടായിരുന്നില്ല. ടോട്ടൽ ബിസിനസ് അതായത് OTT എല്ലാം കൂടി ഇതിന്റെ ഏകദേശം 69 കോടി രൂപ കളക്ഷൻ മാത്രമാണ്, ഗ്രോസ് കളക്ഷൻ. അതിനകത്ത് 41 കോടി രൂപ കളക്ഷൻ കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. പിന്നെ അപ്പൊ ഏകദേശം ഒരു 248 കോടി രൂപയായി മോഹൻലാലിന്. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ഈ രാവണപ്രഭു സിനിമയ്ക്ക് 3 കോടിയിൽ പരം രൂപയായി ഇപ്പൊ കളക്ഷൻ. ചില തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോഴും പറയണ്. പിന്നെ ഈ കളക്ഷൻ കൂടും എന്ന് പറയണ്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിന്റെ അത് ഇപ്പൊ തന്നെ അപ്പൊ ടോട്ടൽ 250 കോടി രൂപ ഈ വർഷം ലാലേട്ടൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടി. അപ്പൊ അഭിനയ കുലപതി നമ്മുടെ ലാലേട്ടൻ അല്ലാതെ വേറെ ആർക്കും ഇത് കഴിയില്ല എന്ന് എനിക്ക് തോന്നിയത്. എന്നെ വന്നിട്ട് നീ പോണ പേട്ടൻ ഫാനെ എന്ന് വിളിക്കരുത്. കാരണം ഞാൻ പേട്ടൻ ഫാൻ ലാലേട്ടൻ ഫാൻ മാത്രമൊന്നുമല്ല, ഞാൻ മമ്മൂക്കയും ലാലേട്ടയും നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു നസീർ അദ്ദേഹത്തിന്റെ ഒരു സിംഹാസനം ഒഴിഞ്ഞതിന് ശേഷം സത്യൻ, ജയൻ, അങ്ങനെ കുറെ പേര് ഈ സിംഹാസനത്തിലേക്ക് വന്ന ശങ്കർ ഇടക്കാലത്ത് അങ്ങനെ കുറെ പേര്, രതീഷ്, മുരളി, കുറെ അതുല്യ നടന്മാര് വന്നിട്ടുണ്ടെങ്കിലും ഈ മുൻനിര നായകന്മാരെ മോഹൻലാലും മമ്മൂട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും അവര് തന്നെയല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയുടെ അത്ര ആരാധക വൃന്ദമുള്ള ഏത് നടനാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത്? ഈ ഒരു 73 വയസ്സായ മമ്മൂട്ടിക്കും 64-65 വയസ്സായ മോഹൻലാലിനും ഇപ്പൊ അത്രയും ഇതുള്ളത് വേറെ ഇഷ്ടംപോലെ നടന്മാരുണ്ട്. ദുൽഖർ സൽമാൻ ആയാലും, ടോവിനോ ആയാലും, ഫഹദ് ഫാസിൽ ആയാലും, നിവിൻ പോളി ആയാലും ഇഷ്ടംപോലെ നടന്മാരുണ്ട്. പക്ഷെ മോഹൻലാലിനും മമ്മൂട്ടിയും അവർ സിംഹാസനത്തിന് ഇളക്കം, പൃഥ്വിരാജ് ആയാലും സിംഹാസനത്തിന് ഇളക്കം തട്ടുന്ന ഒരു നടനുണ്ടായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ ലാലേട്ടന്റെ ഈ ഒരു വിശേഷം നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണോട്ട്. നമ്മുടെ വീഡിയോ ഒന്നും ഓർഡറില്ല, കുറെ നാൾക്ക് ശേഷമാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്യണത്. 4 മാസത്തോളം ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.